ഹേ ഗൈസ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പം 1-1.5 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റൈഡ് എന്ന് വെച്ചാൽ സൊമാറ്റോ റൈഡ്. നമ്മൾ പുതിയൊരു ഓല എടുത്തായിരുന്നു. ഓല ഇത് S1 Gen 2 S1 എന്ന് പറഞ്ഞ പേരുണ്ട്. S1 സീരീസ് എന്തോ ആയിരുന്നു അത്, കൃത്യമായിട്ട് നിൽക്കുന്ന കൂട്ട്. ഓല S1X ആണ്. ഇത് ഫിസിക്കൽ കീ വരുന്ന ടൈപ്പാണ്. ഇത് നമ്മൾ ഇതുമായിട്ട് ഇന്ന് ചെറുതായിട്ട് സൊമാറ്റോ ഓടാൻ പോകുന്നു. വെച്ചാൽ വൈകിട്ട് ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തതിൻ്റെ ലക്ഷ്യം തന്നെ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ട് സൊമാറ്റോ ഓടാന്നുള്ള രീതിയിലാണ് ഇത് എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മളിത് ചെറുതായിട്ട് സൊമാറ്റോ റൈഡ് പോകാൻ പോകുന്നു. അപ്പം ഇന്ന് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, ഇത് കണക്കുള്ള വീഡിയോസ് ഇനിയും വേണേൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. നമുക്ക് ഇത് കണക്കുള്ള വീഡിയോ സെറ്റാകാം. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാത്തത് കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇത് കണക്ക് ഏതെങ്കിലും വീഡിയോസൊക്കെ വേണം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. നമുക്കിനി റൈഡ് വീഡിയോ ഒക്കെ ആകും. ഇനി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമുക്കിനി ഓൺലൈൻ ആവാനായിട്ട്. അപ്പോൾ ഓൺലൈൻ ആവണ 8 കിലോമീറ്ററാണ്. ഇപ്പം നമ്മൾ 6 മണിക്കാണ് ഗിഗ് ബുക്ക് ചെയ്തത്. ഇപ്പം 5:42 ആയിട്ടുണ്ട്. ഒരു നേരെ എടുത്ത് അങ്ങോട്ട് തിരക്കി. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം എടുത്തിട്ടിപ്പം 5 ദിവസമാകുന്നു. 5 ദിവസത്തിൽ 627 കിലോമീറ്റർ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് തന്നെ ഇത്ര രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിക്കുന്നുണ്ടെന്ന് ഒരു മാസം. അപ്പം ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1000 കിലോമീറ്റർ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ NS പണിഞ്ഞിറക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. എഞ്ചിൻ പണിയൊക്കെ എത്ര എന്നൊക്കെ ചോദിച്ചു തോന്നുന്ന കമൻറ്റ് ഇടാം. അതിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കണം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതാണുകൾ വെറൈറ്റി വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് നാൾ നമ്മൾ മാറി ഇനി വീഡിയോസ് കണ്ടിന്യൂ വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോ. പിന്നെ ഇതാണെങ്കിൽ സൊമാറ്റോ റൈഡ് വീഡിയോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ തിരയാം. വീഡിയോയിലേക്ക് തിരക്കാൻ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെയറിന് നമ്മളൊന്ന് വണ്ടിയുടെ ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വഴി കിടക്കത്തില്ല. ഒരു 160 കിലോമീറ്റർ എക്കോടി പോകാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ചാർജർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ ഇനി തെറിയാം. ഗൈസ്, അങ്ങനെ ഓൺലൈൻ ആവാത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓൺലൈൻ ആവുന്നതിന് മുമ്പ് ബാഗിൻ്റെ ഫോട്ടോ വയ്ക്കുന്നത്, അത് നമുക്ക് കൊടുക്കാം. ബാഗിൻ്റെ ഫോട്ടോ ഇതാണ് ഏറ്റവും വലിയ മെനക്കിട്ട്. ഫോട്ടോ ഇതൊക്കെ ചോദിക്കും. യൂണിഫോം ഇട്ടുകൊണ്ടുള്ള ഫോട്ടോ നമുക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാം. പിക് ഫോട്ടോ ഇതൊക്കെ മാറ്റിയേക്കാം, അല്ലെങ്കിൽ പിന്നെ റിജക്റ്റ് ആവും. ഫോട്ടോ എന്താ എടുക്കാൻ പറ്റാത്ത ചാർജർ, പവർ ബാങ്ക്, യൂണിഫോം. ഇടയ്ക്ക് യൂണിഫോം ഇട്ടുള്ള ഫോട്ടോ വയ്ക്കും. അപ്പം അതിന് ഗൈസ് അങ്ങനെ നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. സോണി കയറി. ഇനി നമുക്ക് അടുത്ത ഓർഡർ അടിക്കുന്നിടത്തോട്ട് തെറിയാം. ഗൈസ് അങ്ങനെ നമ്മൾ കൊല്ലം ടൗണിൽ ചിന്നക്കടയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 12 കിലോമീറ്ററോളം ഓടി. 12.6 കിലോമീറ്റർ ഓടി. 91% ഇനി ഉണ്ട്. ഇനി ഓടാൻ പറ്റുന്ന കിലോമീറ്റർ 154 കിലോമീറ്റർ ഇനി ഓടാൻ പറ്റും. എക്കോയിലാണേ പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി. ഓർഡർ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ഓർഡർ പോലും അടിച്ചില്ല നമ്മളെ. ഗൈസ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ 554 രൂപയ്ക്കുള്ള ഓർഡറാണ്. ഇത് നമുക്ക് എവിടെ ആയിട്ടാണ് ഇത് നമുക്കറിയാവുന്ന ഹോട്ടലിൽ തിരിച്ചു പോകണം. നമ്മൾ അരമണിക്കൂറോളം, ഇപ്പോൾ 6:40, അരമണിക്കൂറല്ല 3/4 മണിക്കൂറോളം പോസ്റ്റായിരുന്നു. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് തെറിക്കാം. ആയതുകൊണ്ട് വലിയ സീനില്ല. പെട്രോൾ അടിക്കണ്ടല്ല, പെട്രോൾ അടിക്കാതെ ചാർജ് കുത്തിയിട്ടാൽ മതി. നമുക്ക് ഇനി അയ്യോ ഒരു മണ്ടത്തരം കാണിച്ച്. ഇതുവഴി കയറിയപ്പോൾ ഇവിടെ സിഗ്നലില്ല, വളച്ച് സിഗ്നലില്ല. ഗൈസ് ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി വെറും 90 മീറ്റർ നമ്മളങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം. ഹോട്ടലെത്തി. നമുക്ക് ഓർഡർ റെഡിയായോ ഇല്ലയോ? റീച്ച് ലൊക്കേഷൻ അടിക്കാം. ഫോൺ ഭയങ്കര ഷോകാണല്ലോ. ആയില്ലല്ലേ, നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഓർഡർ
ഗൈസ് അങ്ങനെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കാം. ഓർഡർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റീച്ച് ഡ്രോപ്പ് ലൊക്കേഷൻ എല്ലാ ഹോട്ടലൊന്നും പക്ഷേ റെഡി കൊടുക്കത്തില്ല. ചില ഹോട്ടൽസ് മാത്രമേ റെഡി കൊടുക്കൂ. അവിടെ സാധനം കാണും പക്ഷേ റെഡി കൊടുത്തിട്ടില്ലായിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് റീച്ച് ലൊക്കേഷൻ ഇട്ടേക്കാം. ബ്രോ ആയിരുന്നോ ഫുഡ് സൊമാറ്റോന്ന്? ഓക്കെ. GB restaurant Mahtab. അതെ. ഓക്കെ ബ്രോ. ഫോൺ ഗോ ടു നെക്സ്റ്റ് ഓർഡർ. ഗൈസ് അങ്ങനെ നമുക്ക് 53.4 രൂപ അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യാം. ഇത് സുഖം സൊമാറ്റോ വേണം പാട്ടൊക്കെ ആയിട്ട് നൈസായിട്ട്. ഗൈസ് അങ്ങനെ 7:17 ആയപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേക്കാം. 22 രൂപയുടെ ആണ് ഓർഡർ. ഡ്രോപ്പ് 2 കിലോമീറ്റർ, 6 മീറ്ററേ ഉള്ളു. ഹോട്ടൽ ലൊക്കേഷൻ ഇട്ടേക്കാം. പാട്ടിൻ്റെ സൗണ്ട് കുറച്ചേക്കാം. സ്റ്റക്കാണ് മൊബൈൽ ഒന്നാമത്തെ. അങ്ങനെ ഫുഡ് കിട്ടിയിരുന്നു. ഇനി നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ, പിക്കഡ് ഓർഡർ, സ്മൈൽ 2 കിലോമീറ്ററിനെ കൊണ്ട് കൊടുക്കുക. ഗൈസ് അങ്ങനെ ഓർഡർ കൊടുക്കേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നിട്ട് വിളിക്കാം. അയ്യോ വഴി തീർന്നോ? സിസ്റ്റം ഇവിടെ നിന്ന് കോൾ ചെയ്യാം. ഇതൊന്നും വീടൊന്നും കാണുന്നില്ലല്ലോ. ഈ ഗൂഗിൾ മാപ്പിൻ്റെ തേമ്പേര് അതാണ് ഒന്നാമത്തെ കാര്യം. ഫുഡ് ഓർഡർ ചെയ്തായിരുന്നോ സൊമാറ്റോ? ഓക്കെ. വേണ്ട എങ്ങനെ നമുക്ക് വിളിക്കേണ്ടി വന്നില്ല. കാടും പൊളിച്ചൊക്കെ കയറി. ഇനി നമുക്ക് നേരെ തിരിച്ച് വന്ന വഴി, ഈ തിരിച്ച് ഇറങ്ങുന്ന വഴിയാണ് ഏറ്റവും വലിയ മെനക്കേട്. എന്തായാലും 2 ഓർഡർ നമുക്ക് വിളിക്കേണ്ടി വന്നില്ല. അവർ തന്നെ പുറത്ത് വന്ന് നിന്ന്. ചിലവരൊക്കെ ഉണ്ട് വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല. പിന്നെ കൊടുക്കുന്ന വേറെ ഏത് അഡ്രസ്സും കൊണ്ട് കൊടുക്കേണ്ടത് വേറെ അഡ്രസ്സും അങ്ങനെയൊക്കെ ചിലവരൊക്കെ കാണിച്ചു വയ്ക്കും. ചിലവർ പക്ഷേ നമ്മൾ ഫുഡും കാത്ത് വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരിക്കും. നമുക്ക് വലിയ ഇതൊന്നും വരത്തില്ല. ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ചടുത്ത ഓർഡറിന് വേണ്ടി ഇപ്പം തന്നെ 7:30 ആയി. നമ്മൾ 6 മണിക്ക് ചെയ്ത് 1.5 മണിക്കൂർ കഴിഞ്ഞ്. 1.5 മണിക്കൂറിൽ നമുക്ക് ഓർഡറൊക്കെ ശോകമായിരുന്നു. ആപ്പാട് കിട്ടിയ 2 ഓർഡറായി 1.5 മണിക്കൂറിനുള്ളിൽ. നമുക്കെന്തായാലും ഇനി കൂടുതൽ ഓർഡർ കിട്ടുമെന്ന് വെച്ചാൽ പ്രതീക്ഷയിൽ നമുക്കിനി മുമ്പിലോട്ട് പോകാം. ഗായ്സ് അങ്ങനെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 45. എന്തായാലും ഇത് ലാഗില്ലായിരുന്നു. 45.6 ഡ്രോപ്പിങ് 5 കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് അപ്സെറ്റ് ചെയ്തേക്കാം ഓർഡർ. ജസ്റ്റ് റൂട്ട് ഇട്ടേക്കാം. പിന്നെ എങ്ങോട്ടാ സാറോ? ഗൂഗിൾ. ഓക്കെ, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇടത്തോട്ട് പോയാൽ മതി. അങ്ങനെ നമുക്ക് സെൽഫി ചോദിക്കുന്നത്, സെൽഫി എടുത്തേക്കാം. ഇയർഫോണും വേണം.
ഗൈസ് അങ്ങനെ ആ ഫുഡ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് കൊടുക്കാം. കിലോമീറ്റർ ലൊക്കേഷൻ ടൈറ്റ് ചെയ്യാം. ഇനി ഫുഡ് നമുക്ക് ബാഗ് വെച്ചിട്ട് ഇത് വന്നെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നാലും അറിയാമായിരുന്നു. 11 മിനിറ്റ്. ഏത് റോഡ്? നേരെ 3. നല്ല നേരെ പോകുമ്പോൾ തിരിച്ച് വരാൻ കാണിക്കുമല്ലോ. അപ്പം നേരെ വിടാം. ഭയങ്കര ശോകമാണ് ഈ ഗൈസ്. പിന്നെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് കേട്ടോ. അതോ ഇനി വേറെ രീതി വല്ലതും എന്ന് വെച്ചാൽ വേറെ കണ്ടൻസ്, സത്യം പറഞ്ഞാൽ കണ്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സൊമാറ്റോ വ്ളോഗിങ് വീഡിയോ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലെന്നും വരും, ഇഷ്ടപ്പെട്ടെന്നും വരും. ഇതണക്കുള്ള വീഡിയോസ് ഇനിയും വേണമെന്നും പറഞ്ഞ് ഓരോ ആൾക്കാർ കമൻറ്റ് ഇടുമെന്ന് അറിയാം. ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ടൻറ്റ് ക്ഷാമമാണ് ഗൈസ്. കണ്ടൻറ്റ് ക്ഷാമമായിട്ടാണ് സൊമാറ്റോ വ്ളോഗിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോസൊക്കെ നമുക്ക് ഓല മാറ്റി വേറെ ബൈക്കാക്കാം. വേറെ ഡ്യൂക്ക്, ഡൊമിനാർ അങ്ങനെയുള്ള ബൈക്കൊക്കെ ആക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ സെറ്റാക്കാം. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു 4.7 കിലോമീറ്റർ ഉള്ളൂ ഇനി കൊടുക്കാനുള്ള ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ട് നേരെ തെറിക്കാം. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ആ ഓർഡർ നമ്മൾ കൊണ്ട് ഡെലിവറി ചെയ്ത് പക്ഷേ അത് ഷൂട്ട് ചെയ്ത് പക്ഷേ അത് ഫോട്ടോ മൂടായിപ്പോൾ ഞാൻ ജസ്റ്റ് ഞെക്കി വിട്ടേ ഉള്ളായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ എന്നിട്ട് നമുക്ക് ഒരു ഓർഡറും കൂടെ അടിച്ചായിരുന്നു. നമ്മൾ ആദ്യം ഡെലിവറി എടുത്തില്ലേ ആ ഹോട്ടലിൽ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചത്. അതൊരു 60 രൂപ സംതിങ് ആയിരുന്നു. നേരത്തെ കൊണ്ട് കൊടുത്ത ഓർഡർ ഒരു 42 രൂപ. അപ്പം മൊത്തം നമുക്ക് ഇത് തന്നെ ഒരു 100 രൂപയ്ക്കുള്ള ഓർഡർ 2 ഓർഡർ അടിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ 2 ഓർഡർ ചെയ്തായിരുന്നു. മൊത്തം ഒരു ഇപ്പോഴെന്തായാലും കണക്കുണ്ട്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കണക്കൂട്ടാം. അപ്പം നമ്മൾ ആദ്യം ഓർഡർ അടിച്ച ഹോട്ടലിലേക്ക് നേരെ പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് ഓർഡർ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്ത് അടുത്ത കസ്റ്റമറിന് കൊടുക്കാം, അടുത്ത ഓർഡർ എടുക്കാം. അപ്പം ശരി എന്നാൽ അപ്പോൾ ഹോട്ടലിലോട്ട് ചെല്ലട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വയ്ക്കാൻ പോലും സ്ഥലമില്ല. നമുക്ക് തിരിച്ചു വെച്ചേക്കാം. നമുക്ക് ഇവിടെ വണ്ടി വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓർഡർ പോയി പിക്ക് ചെയ്തിട്ട് വരാം. ഓർഡർ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നല്ലോ. ചേട്ടാ 3170 റെഡി അല്ലേ ചേട്ടാ? ചേട്ടാ ഇതോ 8358. ചിക്കൻ ബിരിയാണി അല്ലേ? ആ ഓക്കെ എന്നാൽ ഗൈസ്. അങ്ങനെ നമുക്ക് 2 ഓർഡറും പിക്കഡ് 2 ഓർഡർ. ക്യാമറ റെക്കോർഡ് ചെയ്യണോ ഗൈസ്? അങ്ങനെ നമുക്ക് ഇനി 600 മീറ്ററും കൂടെ ഉള്ള ഡെലിവറി കൊടുക്കാനുള്ള. പിന്നെ ഒന്നാമത്തെ ഷോക്ക് എന്ന് വെച്ചാൽ ഗോപ്രോയിൽ ചാർജ് ഇല്ല. ഗോപ്രോയിൽ ആപ്പാട് ഒരു 40 സംതിങ് ചാർജേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഗോപ്രോന്ന് ചാർജ് ഇടണം. നമുക്ക് പവർ ബാങ്ക് ഉണ്ട്. പവർ ബാങ്കിൻ്റെ അകത്ത് കുത്തിയിട്ടാൽ ഗോപ്രോ കയറുമെന്ന് അറിഞ്ഞോണം. എന്തായാലും ഒന്ന് കുത്തിയിട്ട് നോക്കണം. എനിക്കെന്തായാലും ഒരു ബാറ്ററിയേ ഉള്ളു. അപ്പം ഇതിപ്പോൾ 2 ഓർഡർ ഉണ്ട്. 2 ഓർഡറും കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഗോപ്രോ ചാർജ് കിട്ടാം. ചാർജ് ഇട്ടിട്ട് ചാർജ് കയറി അടുത്ത നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ സമയം 8:02. കൃത്യം 8:02 ആയതേ ഉള്ളൂ. നമുക്കിനി 11 മണി വരെ ഗിഗ് കിടപ്പുണ്ട്. 11 മണി വരെ ഗിഗ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ എത്ര ഓടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും 125 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പം 11 മണി വരെ എന്തായാലും 125 കിലോമീറ്റർ എന്തായാലും ഓടേണ്ടി വരത്തില്ല. എന്തായാലും 40 ഗൈസ്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് റീച്ച് ലൊക്കേഷൻ കൊടുക്കാം. ഷോ ആണല്ലോ ഒരു കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ കൊടുത്ത് കോൾ ചെയ്യാം. ടഫ് കോട്ട് പറയാൻ അടയാളമായി.
സൊമാറ്റോ പ്ലീസ് വെയിറ്റ് കണക്റ്റിംഗ് കോൾ. %30 ഗോപ്രോയിൽ ചാർജ്. എടുക്കുന്നില്ല. ഹലോ, ആ ചേട്ടാ, ഞാൻ എന്താ ലൊക്കേഷനിലുണ്ട് കേട്ടോ. ഒരു ടക്ക് കോട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ ഓപ്പോസിറ്റ്. ഇനോവ ഉണ്ട് ചേട്ടാ. ഓക്കെ ഇന്നോവ. ഓക്കെ, ഷാഗിലല്ലേ? മുപ്പത്തൊന്ന് 70 ഇതില്ല. 3370. ഓക്കെ, അടുത്ത ലൊക്കേഷൻ ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്താറായി. ഇനി വരും 90 മീറ്റർ. 90 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണല്ലോ. 70 മീറ്റർ, 50 മീറ്റർ. ലൊക്കേഷൻ തീർന്നല്ല. KCB ഓഫീസാണോ ഇത്? KCB. ഓക്കെ, അടയാളം കിട്ടി. അടയാളം പറയാം കസ്റ്റമറിൻ്റെ അടുത്ത്. ഒരു ഓട്ടോ അടക്കുന്നുണ്ട് ആണല്ലേ? ഓക്കെ, ഞാൻ പുറത്ത് ഓട്ടോ അയക്കുന്നിടത്ത് എത്തി കേട്ടോ. ഓക്കെ, ഡെലിവറി ഓർഡർ ഓർഡർ. ഗൈസ്, അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 41 രൂപയുടെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് കണക്ക് ഓർഡർ അടിക്കണം. പറന്ന് പൊളിച്ച്. ഇന്ന് കൊള്ളാം, ഇന്നത്തെ ദിവസം കൊള്ളാം. ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടോന്നാന്ന് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ദിവസം കൊള്ളാം. നൈസായിട്ട് ഓർഡർ ഉണ്ട്. കൊണ്ട് കൊടുത്തപ്പോഴേ അടുത്ത ഓർഡർ. എനിക്ക് ഈ ഓർഡർ കൊണ്ട് കൊടുക്കട്ടെ. എന്തായാലും ചാർജില്ല. ഓടുന്ന വരെ മൊബൈൽ ഓടട്ട്. നമുക്കെന്തായാലും ഇത് കൊണ്ട് കൊടുക്കാം. ഇതാണ് അഴിയോ. അടുത്ത ഓർഡറും പൊളിച്ച്. അടുത്ത ഓർഡറും അടിക്കുന്നു. ഇത് 50 രൂപ. അടുത്ത ഓർഡറും അടിച്ച് നമുക്ക്. ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മളെ കലാപരിപാടി തീർന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ്ലൈൻ അയക്കാം. അപ്പം സമയമെന്ന് വെച്ചാൽ 10:54 ആയിട്ടുണ്ട്. 11 മണി വരെ ഉള്ളു നമുക്ക് ഗിഗ്. അപ്പോൾ അത് എന്തായാലും ഓഫ്ലൈൻ അയക്കാം. ഇനി നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇന്ന് എത്ര ഏണിങ്സ് ഒക്കെ കിട്ടിയെന്ന് ഞാൻ ജസ്റ്റ് വെട്ടമുള്ളടത്തുകൊണ്ട് കാണിച്ച് നിർത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കിയേക്കാം. അപ്പോൾ ഇതണക്കെ ഏതെങ്കിലും വീഡിയോ ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ കേട്ടോ. അപ്പം ഗൈസ്, ഇന്ന് നമ്മളെന്ന് വെച്ചാൽ 10 ഓർഡർ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ഗിഗാണ് കംപ്ലീറ്റ് ചെയ്തത്. 3.9 അവർ എന്ന് വെച്ചാൽ 3 മണിക്കൂർ നമ്മൾ ഓടിയിട്ടുണ്ട് കൃത്യം. നമുക്ക് കിട്ടിയ പൈസ എന്ന് വെച്ചാൽ 405.86 പൈസയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഒരു 20-15 രൂപയൊക്കെ നമുക്ക് അല്ലാതെ ഇത് കിട്ടിയായിരുന്നു, ടിപ്പ് കിട്ടിയായിരുന്നു. നമ്മൾ ഓടിയ കിലോമീറ്റർ നോക്കണമെങ്കിൽ നമ്മൾ ഒരു 80 കിലോമീറ്റർ അനുസരിച്ച് നമ്മൾ ഓടിയിട്ടുണ്ട്. 80 കിലോമീറ്ററിലാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്.
ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ് 400 രൂപ. ഞാൻ ഇപ്പോൾ രാവിലെ 9 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന ഒരു 400 രൂപ തന്നെ. അപ്പം ഇതിപ്പോൾ ഇത്രയും നേരം ഓടിയിട്ട് 400 രൂപ കിട്ടിയ നല്ലൊരു കാര്യം തന്നെ. പക്ഷേ എല്ലാ ദിവസവും ഈ 400 രൂപ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 400 കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 400 കുറവായിരിക്കും. നമുക്ക് വെച്ചാൽ സൊമാറ്റോയിൽ അതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല മാസം ഇത്ര നമ്മളെ കൈ കിട്ടുമെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണേ കൂടുതൽ കിട്ടും, ചിലപ്പം കുറവ് കിട്ടും. അപ്പോൾ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഓലയുടെ അടുത്ത ജസ്റ്റ് ഓല കണ്ടില്ല, നമ്മൾ 600 സംതിങ്ങിലാണ് എടുത്തത്. ഇപ്പം 712 ആയിട്ടാണ്. ഉടനെ തന്നെ നമ്മൾ ഓല 1000 കിലോമീറ്റർ തയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഇനി പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ബാലൻസ് ഉള്ള ചാർജ് വെച്ചാൽ 43% ചാർജ് ബാലൻസ് ഉണ്ട്. 59 കിലോമീറ്റർ പോകാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് നേരെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു 10 ഒരു 6-7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ, യൂസ്ഫുൾ ആവാമെന്ന് വെച്ചാൽ ഫണ്ട് തിരക്കി കിടക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്തോ. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇതണക്ക് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം ശരി എന്നാൽ, ഗുഡ് ബൈ.